ഈ വീഡിയോയിൽ ഒരു N8N ടെലഗ്രാം ഏജന്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു ടെലഗ്രാം ബോട്ട് ബിൽഡ് ചെയ്ത് അതിനെ ഒരു AI ഏജന്റുമായി കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ടെലഗ്രാം ബോട്ട് ത്രൂ തന്നെ ഏജന്റ് റിപ്ലൈ ചെയ്യുന്ന ഒരു സിമ്പിൾ വർക്ക് ഫ്ലോ ആണ് നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ N8N പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ N8N പ്ലാറ്റ്ഫോം മുമ്പ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ N8N യൂസ് ചെയ്ത് ഫസ്റ്റ് ഏജന്റ് ബിൽഡ് ചെയ്യാം എന്ന വീഡിയോ ചാനലിൽ ചെക്ക് ചെയ്യാം. ഈ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ഇതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന വർക്ക് ഫ്ലോ. ഇവിടെ നമ്മുടെ AI ഏജന്റിനെ ഒരു ടെലഗ്രാം ട്രിഗറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ AI ഏജന്റിൻ്റെ ചാറ്റ് മോഡൽ ഗൂഗിൾ ജെമിനിയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സിമ്പിൾ മെമ്മറിയും ഒരു ഗൂഗിൾ ഷീറ്റ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസ് മെസ്സേജ് തരാൻ ഒരു ടെലഗ്രാം നോട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെലഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ എൻ്റെ ടെലഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഈ ബോട്ടിൽ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ വർക്ക് ഫ്ലോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഞാനിവിടെ മെസ്സേജസിൽ ആദ്യം ഞാൻ ഈ വർക്ക് ഫ്ലോ എക്സിക്യൂഷൻ മോഡിലേക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് ട്രിഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനി ഞാനിവിടെ ഒരു മെസ്സേജ് കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മെസ്സേജ് കുഡ് യു ടെൽ ദിൽബേഴ്സ് ഇമെയിൽ എന്നാണ്. ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോൺടാക്ട് ഡാറ്റാബേസ് ആണ്. അതിൽ ഒരുപാട് ഇമെയിൽസും പേരുണ്ട്. ഞാൻ ആ പേര് കൊടുത്തിട്ട് അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ഈ വർക്ക് ഫ്ലോ റൺ ചെയ്ത് ഈ ഗൂഗിൾ ഷീറ്റ്സിൽ നിന്നും കോൺടാക്റ്റ് ഫെച്ച് ചെയ്ത് നമുക്ക് റെസ്പോൺസ് ഇരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഈ ഒരു പേരിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സാണ് ഫെച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഈ ഒരു ചെറിയ കോൺടാക്ട് ഡാറ്റാബേസാണ് ഞാനിവിടെ ഗൂഗിൾ ഷീറ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് സ്ക്രാച്ച് നോക്കാം. ഞാനൊരു പുതിയ വർക്ക് ഫ്ലോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോഡ്സ് ആഡ് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യം ഒരു AI ഏജൻറ്റ് നോഡാണ് ആഡ് ചെയ്യുന്നത്. AI ഏജൻറ്റ് എന്ന് സെർച്ച് ചെയ്ത് ഈ നോഡ് സെലക്ട് ചെയ്യുക. ഇനി നമ്മളിവിടെ ടെലിഗ്രാമാണ് ട്രിഗറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചാറ്റ് മെസ്സേജ് റിസീവ്ഡ് എന്ന ഈ നോഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു ടെലഗ്രാം നോഡ് ആഡ് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം എന്ന് സെർച്ച് ചെയ്യുക. ഈ ടെലഗ്രാം നോഡിൽ തന്നെ നമുക്ക് ഓൺ മെസ്സേജ് എന്ന നോഡാണ് വേണ്ടത്. അതുകൊണ്ട് ഓൺ മെസ്സേജ് എന്ന നോഡിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ആ നോഡ് നമ്മുടെ ഈ AI ഏജൻറ്റുമായി കണക്ട് ചെയ്യുക. അടുത്തതായി ഈ ഏജൻറ്റിന് ഒരു ചാറ്റ് മോഡൽ ആഡ് ചെയ്യാം. ഈ ചാറ്റ് മോഡൽ എന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ജെമിനിയാണ് ആഡ് ചെയ്യുന്നത്. ഗൂഗിൾ ജെമിനി ചാറ്റ് മോഡൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജെമിനിയുടെ API കീ ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്ക് പോകാം. ഒരു പുതിയ ജെമിനി API കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോയിലേക്ക് പോകാം. aistudio.google.com എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങളിവിടെ ബോട്ടം ലെഫ്റ്റ് സൈഡിൽ ഗെറ്റ് API കീ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പുതിയ API കീ ക്രിയേറ്റ് API കീ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ API കീ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ API കീ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡൻഷ്യൽ ക്രിയേറ്റഡ് ആവും. ഞാൻ ഓൾറെഡി എനിക്കുള്ള ക്രെഡൻഷ്യൽ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ മോഡൽ ഞാൻ ജെമിനി 2.5 ഫ്ലാഷ് ആണ് സെലക്ട് ചെയ്യുന്നത്. ചില മോഡൽസ് പ്രീമിയം ആയതുകൊണ്ട് അവൈലബിൾ ആയിരിക്കില്ല. ഇത് അവൈലബിൾ ആണ്. ഇനി നമുക്കൊരു മെമ്മറി ആഡ് ചെയ്യാം. ഈ മെമ്മറി പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സിമ്പിൾ മെമ്മറി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ടൂൾസിൽ ഗൂഗിൾ ഷീറ്റ് ആഡ് ചെയ്യാം. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷീറ്റ് സെർച്ച് ചെയ്യുക. ഇതിൽ നിന്നും നമ്മുടെ ഈ കോൺടാക്ട് ഡാറ്റാബേസ് എന്ന ഈ ഒരു ഷീറ്റ് സെലക്ട് ചെയ്യണം. ആദ്യം നമ്മൾ ഈ ഡോക്യുമെൻ്റ് എന്ന ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നും കോൺടാക്ട്സ് ഈ ഒരു ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇതിൽ നിന്നും ഏതാണ് ആ ഷീറ്റ് നമ്പർ അത് സെലക്ട് ചെയ്യുക. നമുക്ക് റെസ്പോൺസ് മെസ്സേജ് ടെലഗ്രാം ത്രൂ തന്നെയാണ് കിട്ടേണ്ടത്. അതിനുവേണ്ടി ഒരു ടെലഗ്രാം നോഡ് ഇവിടെ ആഡ് ചെയ്യാം. ടെലഗ്രാം സെർച്ച് ചെയ്യുക. സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് എന്ന നോഡാണ് വേണ്ടത്. ഞാനിവിടെ സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ് എന്ന ഈ നോഡ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി ഉള്ള ടെലഗ്രാം അക്കൗണ്ട് സെലക്ട് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടെലഗ്രാം കോൺഫിഗർ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ടെലഗ്രാം ക്രെഡൻഷ്യൽ സെറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ടെലഗ്രാം നോഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ടെലഗ്രാം ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ ക്രെഡൻഷ്യൽ എന്ന ഈ ഒരു ബട്ടൺ മാത്രമായിരിക്കും കാണുക. അപ്പോൾ ഒരു പുതിയ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒരു ആക്സസ് ടോക്കൺ ആവശ്യമാണ്. ഈ ആക്സസ് ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് ഒരു പുതിയ ടെലഗ്രാം ബോട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്യുക. ഈ ബോട്ട് ഫാദർ എന്ന ഈ ബോട്ട് ക്ലിക്ക് ചെയ്ത് അത് നമുക്ക് പുതിയ ബോട്ട് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ /new bot എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബോട്ടിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ഏജൻറ്റ് ടെസ്റ്റ് ബോട്ട് എന്ന് കൊടുക്കുകയാണ്. സബ്മിറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ബോട്ടിനൊരു യൂസർ നെയിം ചൂസ് ചെയ്യണം. ഇനി നമുക്കൊരു യൂസർ നെയിം കൊടുക്കണം. യൂസർ നെയിമിൻ്റെ ലാസ്റ്റ് പാർട്ട് ബോട്ട് എന്നായിരിക്കണം. പിന്നെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ബോട്ട് ക്രിയേറ്റഡ് ആയിരിക്കുകയാണ്. ഞാൻ ബോട്ടിൻ്റെ പേര് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ട് ക്രിയേറ്റഡ് ആയി എന്ന മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ബോട്ട് ആക്സസ് ചെയ്യാനുള്ള ടോക്കണുണ്ട്. നമുക്ക് ഈ ടോക്കണാണ് കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മുടെ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടോക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ ടോക്കൺ കോപ്പി ചെയ്യുക. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ ആക്സസ് ടോക്കൺ എന്ന ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ കണക്ഷൻ ടെസ്റ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു ഗ്രീൻ പോപ്പപ്പ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം കണക്ഷൻ ക്രിയേറ്റ് ചെയ്തു. നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ചാറ്റ് ID കോൺഫിഗർ ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒരു എറർ ഉണ്ട്. തൽക്കാലം നമുക്ക് ഈ നോഡ് ഡിലീറ്റ് ചെയ്യാം. ഇനി എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ബോട്ടിലേക്ക് പോകാം. ഈ ഒരു URL ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലേക്ക് വരും. ഇവിടെ നമുക്ക് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഹലോ എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഒരു എററാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൊടുത്ത മെസ്സേജ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ടെലഗ്രാം ട്രിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ആപ്പ് ത്രൂ കൊടുത്ത മെസ്സേജ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്നതും അത് പ്രോസസ്സ് ചെയ്ത് റിപ്ലൈ തരുന്നതും നമുക്ക് കോൺഫിഗർ ചെയ്യാം. ആദ്യം നമുക്ക് ഈ ടെലഗ്രാം നോഡിൽ നിന്ന് വരുന്ന മെസ്സേജ് AI ഏജൻറ്റ് റിസീവ് ചെയ്യുന്നതാണ് കോൺഫിഗർ ചെയ്യേണ്ടത്. ഇനി ഇത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ AI ഏജൻറ്റ് നോഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സോഴ്സ് ഫോർ പ്രോംപ്റ്റ് എന്ന ഈ ഒരു കോൺഫിഗറേഷൻ കണക്റ്റഡ് ചാറ്റ് ട്രിഗർ നോഡ് എന്നാണുള്ളത്. അതായത് ഇത് ചാറ്റ് ട്രിഗർ നോഡിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാറ്റി ടെലഗ്രാം കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് ഡിഫൈൻ ബിലോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ പ്രോംപ്റ്റ് അല്ലെങ്കിൽ യൂസർ മെസ്സേജ് എന്ന ഈ കോൺഫിഗറേഷൻ നമ്മുടെ ഈ ടെലഗ്രാം ട്രിഗർ ആക്കി കൊടുക്കണം. അതിനുവേണ്ടി ഈ ടെക്സ്റ്റ് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ഈ ഏജൻറ്റിൻ്റെ സോഴ്സ് ചാറ്റ് ട്രിഗറിന് പകരം ടെലഗ്രാമായി നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്കിത് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, വർക്ക് ഫ്ലോ എക്സിക്യൂട്ടഡ് സക്സസ്ഫുള്ളി. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെസ്പോൺസ് ടെലഗ്രാം ത്രൂ തന്നെ നമുക്ക് റിപ്ലൈ ആയിട്ട് കിട്ടണം. അതിനുവേണ്ടി നമ്മളൊരു ടെലഗ്രാം നോഡ് ആഡ് ചെയ്യാം. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെലഗ്രാം നോഡ് ആഡ് ചെയ്യാം. റെസ്പോൺസ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് എന്ന നോഡ് സെലക്ട് ചെയ്യാം. സെൻഡ് എ ടെക്സ്റ്റ് മെസ്സേജ്. ഇനി നമ്മൾ കോൺഫിഗർ ചെയ്ത നമ്മുടെ ക്രെഡൻഷ്യൽസ് സെലക്ട് ചെയ്യുക. ഇനി ഈ ചാറ്റ് ID ടെക്സ്റ്റ് എന്ന ഈ രണ്ട് ഫീൽഡ് നമുക്ക് കോൺഫിഗർ ചെയ്യണം. അതിനുവേണ്ടി ഈ ചാറ്റ് ID എന്ന ഫീൽഡ് നമുക്ക് എക്സ്പ്രഷനായി കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് പാനലിൽ ഇൻപുട്ടിൽ നമുക്ക് നമ്മുടെ ടെലഗ്രാം ട്രിഗറിൻ്റെ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും ചാറ്റ് ID ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ ഈ ID ഹോൾഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് എന്നത് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ടാണ്. ഇത് നമ്മുടെ റെസ്പോൺസ് ടെലഗ്രാം നോഡാണ്. അപ്പം AI ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ടായിരിക്കും ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് വരിക. അതിനുവേണ്ടി ഈ AI ഏജൻറ്റിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ റെസ്പോൺസ് ടെലഗ്രാം നോഡ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ എൻ്റയർ വർക്ക് ഫ്ലോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ഏജൻറ്റിന് നമ്മുടെ ഈ കോൺടാക്ട് ഡാറ്റാബേസിൻ്റെ ഒരു ചെറിയ ഇൻഫോ കൊടുക്കാം. അതിനുവേണ്ടി ഈ ഏജൻറ്റിനോട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സിസ്റ്റം മെസ്സേജിൽ നമുക്ക് ആ ഒരു ഇൻഫോ കൊടുക്കാം. ഈ ആഡ് ഓപ്ഷൻസിൽ സിസ്റ്റം മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യു ആർ എ ഹെൽപ്ഫുൾ അസിസ്റ്റൻ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ യു ഹാവ് ആക്സസ് ടു ഇമെയിൽ ഡാറ്റാബേസ് എന്നുകൂടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ AI ഏജൻറ്റിന് തൻ്റെ ടൂൾ സെറ്റിൽ ഒരു കോൺടാക്ട് ഡാറ്റാബേസിലേക്ക് ആക്സസ് ഉണ്ട് എന്ന് മനസ്സിലാകും. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് വർക്ക് ഫ്ലോ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ടെലഗ്രാം ബോട്ട് തുറന്ന് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ക്യാൻ യു ടെൽ മീ ഇമെയിൽ ഓഫ് ദിൽബർ ഫ്രം യുവർ ഡാറ്റാബേസ് എന്ന് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു മെസ്സേജ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് ഫ്ലോ എക്സിക്യൂട്ടായി നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സിൽ നിന്നും ആ ഒരു ഇമെയിൽ അഡ്രസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് സെലക്ട് ചെയ്ത് നമുക്ക് റെസ്പോൺസ് തന്നിരിക്കുകയാണ്. നമ്മൾ കോൺഫിഗർ ചെയ്ത ഈ വർക്ക് ഫ്ലോ ഇവിടെ സക്സസ്ഫുള്ളി വർക്കായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് മിസ്സായി പോകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുപോലുള്ള AI ഏജൻസി ബിൽഡ് ചെയ്യാനും പഠിക്കാനും താല്പര്യമുള്ള ആളാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോസിൽ വരുന്ന ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും.